ഇയാൾ താമസിക്കുന്ന ഹോട്ടലിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു. ഓരോ ദിവസവും റൂം ചെറുതായിക്കൊണ്ടിരിക്കുന്നതായി തോന്നുന്നു. സോ അത് കണ്ടുപിടിക്കുന്നതിനായി റൂമിന്റെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് കയർ വലിച്ചു കെട്ടിയിട്ട് ഉറങ്ങാൻ പോകുന്നു. രാവിലെ നോക്കുമ്പോൾ ആ കയർ ലൂസ് ആയിരിക്കുന്നു. പക്ഷെ കൈവച്ച് നോക്കുമ്പോൾ ഒരേ സൈസ് ആണ്. അത് കണ്ട് അയാൾ കൺഫ്യൂസ് ആവുന്നു. അതുകൊണ്ട് ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുന്നതിനായി തന്റെ ലഗേജ് എല്ലാം എടുത്ത് ഏതു വശത്തേക്ക് പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെ എത്തുന്നു. പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്താനാവുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ സ്ഥലം മുഴുവൻ ഭൂമി കുലുക്കം പോലെ ശബ്ദം കേൾക്കുന്നു. ചുവരിൽ കാതുവെച്ച് നോക്കുമ്പോൾ ആ ശബ്ദം വെള്ളത്തിൽ നിന്ന് വരുന്നത് പോലെ കേൾക്കുന്നു. ജനലിലൂടെ നോക്കാമെന്ന് വിചാരിച്ച് അടുത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ ജനലും ഒരേ സമയം തകർന്നു വീഴുന്നു. അത് കണ്ട് ഇയാൾ പേടിക്കുന്നു. ഓരോ ദിവസവും റൂമിന്റെ സൈസ് ചെറുതായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്ഥലം തികയാതെ റൂമിനകത്തുള്ള ടേബിളും ചെയറും എല്ലാം ജനലിലൂടെ പുറത്തേക്കിടുന്നു. പെട്ടെന്ന് മുകളിലുണ്ടായിരുന്ന ലൈറ്റ് ഫാൻ കറങ്ങുന്നത് പോലെ തനിയെ കറങ്ങാൻ തുടങ്ങുന്നു. പേടിച്ച അയാൾ ബെഡിൽ നിന്ന് എണീക്കുന്നു. ഉടനെ ആ ലൈറ്റ് താഴേക്ക് വീഴുന്നു. അയാൾ അതിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നോക്കുമ്പോൾ അയാളുടെ റൂമിന് മുകളിൽ താമസിക്കുന്ന രണ്ട് സുന്ദരികളായ മുത്തശ്ശിമാർ ആ ഹോളിലൂടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ആ ഹോട്ടലിൽ ഓരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പേടിയോടെയാണ് ഇരിക്കുന്നത്. ഇയാളെ പോലെ തന്നെ വേറെയും ഒത്തിരി പേർ വർഷങ്ങളായി ആ ഹോട്ടലിൽ അകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റൂമിന്റെ സൈഡിലായി ഒരു വിചിത്രമായ ഹോൾ കാണുന്നു. അതിലൂടെ പോയാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഉള്ളിലേക്ക് പോകുന്തോറും പ്രകാശം കൂടുന്നു. അപ്പോൾ അത് പുറത്തേക്കുള്ള വഴിയാണെന്ന് ഉറപ്പിക്കുന്നു. അയാളുടെ പുറകെ തന്നെ ഹോട്ടലിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും പോകുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അതൊരു മുട്ടയാണ്. അതിനകത്തൊരു ഒക്ടോപ്പസ് ആണ് ഉണ്ടായിരുന്നത്.